ഓ ഫ്രണ്ട്സ്, ഒരു കിടിലൻ ജീപ്പ് കേട്ടോ ഫ്രണ്ട്സ്. ഒരു പഴയ ഒരു ജീപ്പ് എടുക്കണ്ടേ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കാവേ. ഇതെന്താ സംഭവം എന്ന് അറിയാലോ. ഓ ഫ്രണ്ട്സ്, അങ്ങനെ ഇതേ ഒരു കിടിലൻ ജീപ്പ് കിടക്കുന്നു കേട്ടോ. അത് ഒന്ന് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് ഒന്ന് ചോദിച്ചു നോക്കാം അതിനെക്കുറിച്ച്. ഇതെന്താണ് സാധനം? അതിനകത്ത് കിട്ടേക്കുന്ന ടയറൊക്കെ ഉണ്ടല്ലോ, ട്രാക്ടറിൻ്റെ ഫ്രണ്ടിലിട്ടേക്കണ പോലത്തെ ഒരു ടയറാണ്. ജസ്റ്റ് ഒന്ന് നമുക്കിത് എന്താണെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇതിനെക്കുറിച്ച്. ഇത് എന്ത് സംഭവമാണ്? പക്ഷേ എല്ലാം സംഭവം ഒരു റിയൽ ഓഫ് റോഡിൻ്റെ വണ്ടി പോലെ തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു ആക്സ് വെച്ചിട്ടുണ്ട്. ഈ ആക്സൊക്കെ എനിക്ക് ഇത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് ഒറിജിനലാണെങ്കിലും ഇത് ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്തേക്കുവാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ മേളിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്നോർക്കലൊക്കെ വെച്ചേക്കണ ഒരു സെപ്പറേറ്റ് സ്റ്റൈലിലാട്ടോ അത് വെച്ചേക്കണേ. നിಮ್ದು വണ്ടിയാ? നിಮ್ದು ഗാഡി? ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇതിൻ്റെ അടുത്തൊരു കുട്ടി നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, എനിക്കും കന്നഡയൊക്കെ അത്രയൊക്കെയാണ് അറിയുള്ളൂ. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു അത്ര അവരുടെ വണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് അവരോടൊന്ന് ചോദിച്ചിട്ട് ഇതിനൊരു പെർമിഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മൊത്തം കാണിച്ചു തരാം കേട്ടോ, അത് എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ എന്നാലും ഒരു കിടിലൻ ലുക്ക് ഫ്രണ്ട്സ്. അപ്പം ഞാൻ നമ്മുടെ DWൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാട്ടോ ഇത് കണ്ടത്. അപ്പോൾ കണ്ടപ്പം എന്താണെങ്കിലും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ഭീകര ഫീൽ കേട്ടോ. ഫുള്ള് എല്ലാം ഓൾട്ടർ ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെച്ചേക്കുന്ന ഒരു വണ്ടി. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇട്ടേക്കുന്ന ടയറ് മാർഷൽ, അതുപോലെ തന്നെ അതിൻ്റെ 31x15 50/15 എന്നാണോ ഇട്ടേക്കണേ. ഇതെന്ത് ടയറാണെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ ബോഡിയിൽ നിന്നും ഏകദേശം ഒരു 6 ഇഞ്ച് പുറത്തേക്ക് തള്ളിയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തൊട്ട് നമുക്ക് നോക്കാണ്ടോ. ഈ ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള ബാർ ലൈറ്റുകളെല്ലാം നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കിടിലൻ ബമ്പർ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ലൈറ്റുകൾ കേട്ടോ, ഇതെല്ലാം ഫോഗ് ലാമ്പുകളെല്ലാം നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഒരു LED ലൈറ്റുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് 1987 മോഡൽ ഒരു നോർമൽ ജീപ്പാണ്, അതിനെയാണ് ഈ ഒരു സ്റ്റൈലിലേക്ക് മാറ്റിയെടുത്തേക്കണേ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കിടിലൻ വുഡിൽ നിർമ്മിച്ചേക്കുന്ന ഒരു ഷവൽ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ചുമ്മാ ചോട്ട ഷവലാണ്. ഇതിനകത്ത് നമുക്ക് ശരിക്കും പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഷവലുണ്ട്. അതുപോലെ നമ്മൾ പുറകോട്ടൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഓഫ് റോഡിൽ പിടിക്കാനും ഇതിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി തള്ളുവോ അല്ലെങ്കിൽ വലിക്കുവോ എന്നൊക്കെയുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജെറിക്കാൻ, അതും 20 ലിറ്ററിൻ്റെ ജെറിക്കാൻ ഇതുണ്ടോ, മെറ്റൽ ജെറിക്കാനാണ് ഫിറ്റ് ചെയ്തേക്കണേ. പിന്നെ നമുക്ക് ഇപ്പം നമുക്ക് പുറത്തുനിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഇത് കാണാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ നമുക്ക് മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും നല്ലൊരു ആനിമൽ സ്നേഹിയാണെന്ന് എനിക്ക് തോന്നുന്നു. സേവ് ആനിമൽ എന്ന് പറഞ്ഞൊരു ബോർഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലോയ് വീല്, നിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ അലോയ് വീലാണ് ഇതിന് യൂസ് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ടോ ചെയ്യാനുള്ള ഒരു ഹുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റൊക്കെ വളരെയധികം ഇൻക്രീസ് ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ഒരു പടുതൊക്കെ ആണെങ്കിലും വളരെ രസകരമായിട്ട് ഒരു വിൻറ്റേജ് ഫീലിലുള്ള അത് തന്നെയാണ് കൊടുത്തേക്കണത്. നമ്മളെ പഴയ പണ്ടത്തെ ജീപ്പിൻ്റെ കാണുന്ന പോലെയല്ല, മൊത്തത്തിൽ ഒരു മാറ്റമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്ക് സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് തുടങ്ങിയ സമയത്താണ് നമ്മുടെ ഫോണ് ഓഫായിപ്പോയി. അതായത് വളരെയധികം ഹീറ്റായിട്ട്. അപ്പോൾ ശരിക്കും നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ചവിട്ടുക, ഉള്ളിലേക്ക് കയറുക. ഓക്കെ, ഒരു സൂപ്പർ പൊസിഷൻ ഫ്രണ്ട്സ്. ഇത് എന്താ പറയുക, ഒരു വളരെ ഹൈറ്റിലിരുന്ന്
കമാൻഡിങ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫീല്. ഓക്കെ, നമ്മുടെ ജിംനിയിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കുഴിക്കാത്താണ്. ഓക്കെ, ആ ഒരു ഫീലൊന്നുമല്ല. പക്ഷേ ഇത് ഓൾട്ടർ ചെയ്ത് അവരുടെ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിന് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തേക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ കാണാനില്ല കേട്ടോ. വളരെ മിനിമലായിട്ടുള്ള ആ 87 ജീപ്പിൻ്റെ അതേ രൂപത്തിൽ. ഇപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം കാണാൻ പറ്റുന്നത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. പിന്നെ നമുക്കൊരു മീറ്റർ ഉണ്ട്. അത് സ്പീഡോ മീറ്ററിൽ 180 കിലോമീറ്റർ വരെ സ്പീഡിൽ ഇത് പോകും എന്നാണ് ഇത് കാണിച്ചേക്കണേ. ഇതിൻ്റെ മീറ്ററിലാണെങ്കിലും മീറ്ററൊക്കെ പുതിയ വാങ്ങിയേക്കണേ 2807 കിലോമീറ്ററാണ് ഇത് ഓടിയേക്കണേ. പിന്നെ നമുക്കൊരു ടെമ്പറേച്ചറുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂവൽ ഗേജുമാണ് കാണിക്കുന്നത്. RPM മീറ്റർ ഒന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നില്ലെങ്കിൽ ഇത് ഓൾട്ടർ ചെയ്തിട്ട് ഇതിനകത്തൊരു പവർ സ്റ്റിയറിംഗ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ചെറിയ ഒരു സ്റ്റിയറിംഗ് വീൽ കൊണ്ട് നമുക്കിത് തിരിച്ച് ഓഫ് റോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അലൈൻമെൻറ്റുകളോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വേറെ യാതൊരു ഇതൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് നമുക്ക് നമ്മുടെ വൈപ്പറിൻ്റെ ഒരു മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു ചെറിയ നമുക്ക് പാട്ടൊക്കെ കേട്ട് പോകാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ 4x4 നമുക്ക് എവിടെയാണ് വരുന്നത് എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് 4x4 വീൽ ഡ്രൈവ് വണ്ടിയായിട്ടാണല്ലോ ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇതിനകത്ത് ഓൾട്ടർ ചെയ്താൽ തന്നെ ഇതിനകത്ത് 4x4ൻ്റെ ഗിയർ ബോക്സ് ഇല്ല. ഓക്കെ, അപ്പം ഞാൻ ആളോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇത് 4x4 ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് 4x4 അല്ല, ഒരു ലുക്ക് ആൻഡ് ഫീലിന് വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു വണ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നു. അതുപോലെ എന്താണെങ്കിലും പുറകിൽ നമുക്ക് ഒരു ചൈൽഡ് സീറ്റൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ കളറിൻ്റെ പല ഒരു ഇത് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റുകളും ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ വെച്ചിട്ടുണ്ട്. വളരെ ഒരു ചെറിയ സ്പേസ്. പക്ഷേ ഇതിനകത്ത് AC ഉള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്താണെങ്കിലും എനിക്കിത് കണ്ടപ്പോൾ തന്നെയുള്ളൂ. ഞാൻ പെട്ടെന്ന് ഈ റോഡിൽ കൂടെ പോയപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാനിത് കണ്ടതാണ്. പക്ഷേ ഞാനിത് 4x4 ആണെന്ന് വിചാരിച്ചു. ഇത്ര മതിയെന്ന് എന്നിട്ടുണ്ടല്ലോ വേർത്ത് കുളിച്ചൊരു പരുവാകുന്നു. പക്ഷേ ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഇതൊരു പ്രോപ്പർ 4x4 ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫോൺ പെട്ടെന്ന് ഓഫായി പോകുന്ന ഐഫോണാണ്. ഐഫോണിന് ടെമ്പറേച്ചർ വളരെ ഇഷ്യൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ചൂടുള്ള സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ പെട്ടെന്ന് കണ്ട വഴിക്ക് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം ആളെ എന്നോട് ഓടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് പിന്നീട് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാനാണ് പറഞ്ഞു. ഇപ്പോൾ വണ്ടി മൊത്തം ഒരു ഇതായിട്ട് കിടക്കുവാണ്. അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡൊന്നും പുള്ളിക്കാരന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ആൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പഞ്ചാബിലായിരുന്നു ഈ വണ്ടി വാങ്ങണമെന്ന് വളരെയധികം ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ വാങ്ങിയതാണെന്ന് കേട്ടോ പറഞ്ഞത്. പക്ഷെ എന്താണെങ്കിലും ഇതൊക്കെ ഒരു ശരിക്കും ആ ഒരു ക്രേസിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ പുള്ളിക്ക് അത്രയ്ക്ക് ഒരു ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല. പുള്ളി എന്നോട് പിന്നെയും പറഞ്ഞു 4x4 വണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 4x4ൽ ഇത് ലിവറില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ഡിഫറൻഷ്യൽ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അതുകൊണ്ട് നമ്മുടെ ഡിഫറൻഷ്യൽ നോർമൽ ഡ്രൈവിൻ്റെ ഇതാണ് വരുന്നത്. പക്ഷെ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു മാസ്മരിക ലുക്കാണ് ഫ്രണ്ട്സ്. നമ്മൾ അതുപോലെ തന്നെ ഇത് സ്നോർക്കലൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊരു ഫങ്ഷണലൊന്നും അല്ല. നമുക്കൊരു ലുക്ക് ആൻഡ് ഫീലിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തേക്കണതാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ്മാനാണ്. അപ്പം പഞ്ചാബിൽ യൂട്യൂബിലൊരു വീഡിയോ കണ്ട ശേഷം ഫ്രണ്ട്സ് ഇതിൻ്റെ ഇഷ്യൂ എന്നാണെന്നറിയോ നമ്മുടെ ഫോണ്. അപ്പം ഞാനിന്ന് എൻ്റെ കയ്യിൽ വേറെ ക്യാമറയൊന്നുമില്ല, ഐഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐഫോൺ എടുത്തുകൊണ്ട് വന്നു. ഐഫോണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ തന്നെ ടെമ്പറേച്ചർ ഹൈ ആയി എന്ന് പറഞ്ഞിട്ട് ഓഫായി പോവാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒരു കാരണവശാലും അങ്ങ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ തവണയായി ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഓഫായി പോകും. അപ്പോൾ അങ്ങനെ ആണ് മനസ്സിലാക്കണേ. അതായത് ഫങ്ഷനല്ല, ഒരു ലുക്ക് ആൻഡ് ഫീലിന് വേണ്ടി മാത്രം എടുത്തേക്കണ ഒരു വണ്ടിയാട്ടോ. അപ്പോൾ ഞാൻ റോഡിൽ കൂടെ പോയപ്പോഴത്തേനും പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേനും എനിക്കൊരു അതിശയം കൊണ്ട് ഞാൻ ചാടി ഇറങ്ങിയാണ്. എന്നോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഈ വണ്ടിയുടെ കീ തരാം, വേണമെങ്കിൽ കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് പിന്നെ ഇപ്പം അത്രമാത്രം ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല. ഒരു 2 വീൽ വെഹിക്കിൾ ആകുമ്പോൾ നമ്മൾ ഓഫ് റോഡ് എന്തൂസിയാസ്റ്റുകൾക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണെങ്കിലും ഇതേ ഇത്രേ ഉള്ളൂ.
ഇതൊന്ന് നിങ്ങളെ ഒന്ന് ഞാൻ കണ്ടപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് എനിക്ക് വിചാരിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജിമ്മിക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. അപ്പം നമുക്ക് അടുത്ത ജിമ്മിക്കുട്ടീനെ കൊണ്ട് നമുക്ക് പോകാം. ഓക്കെ, അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ഒരുപാട് നാൾ കൂടിയിട്ടാട്ടോ ഇപ്പോൾ വീഡിയോയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീപ്പിൻ്റെ നമ്മളെ 1987 മോഡല് ജീപ്പിൻ്റെ മുന്നിൽ നിന്നും അനീഷ്. ഓക്കെ, നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.